ദൈവമേ, ഒരു കുറവും വരുത്തരുതേ. അറബിക്കടലിൽ ഇളകി വരുന്ന പോലെ കസ്റ്റമർ ഇങ്ങോട്ട് കയറ്റി വിടണേ. ഒറ്റ ദിവസം കൊണ്ട് എന്റെ പെട്ടി നിറച്ചു തരണേ. സാറേ സാറേ എനിക്കൊന്ന് പോണം സാറേ, ഒന്ന് അഴിക്കുക സാറേ, ഒന്ന് പോണം സാറേ. എവിടെ പോണം സാറേ? നാണാവൂലടാ. എന്താ സാറേ? എടാ എന്ത് ബാത്റൂമാടാ, എന്ത് വൃത്തികെട്ട ബാത്റൂമാടാ, എന്ത് സ്മെല്ലാടാ. എന്നിട്ട് അതിനകത്ത് പോകാൻ നടക്കണം. എന്താ സാറേ ഇപ്പൊ എനിക്ക് ഇത് മേടിച്ചിട്ട് 2 ദിവസം കഴിച്ച് മറച്ചു വിട്ടിട്ട് പൈസ ഉണ്ടാക്കാനൊന്നും അല്ലല്ലോ. എന്റെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത, ഒട്ടുമേ ആവശ്യമില്ലാത്ത 2 വസ്തുക്കൾ അവിടെ നമ്മൾ കളയുന്നു. അല്ല വേറെ എടാ ആറ്റി കളഞ്ഞാൽ അളന്ന് കളയണമെന്നാണ്. എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? ഒന്ന് വിട് സാറേ. വേണ്ട വേണ്ട വേണ്ട, പോവാ. എടാ ഒരു 10 മിനിറ്റും കൂടി നടന്നു കഴിഞ്ഞാൽ കോടതി എത്തും. കോടതി എത്തി കഴിഞ്ഞാലല്ല അവിടെ നല്ല ടൈലൊക്കെ ഇട്ട് അടിപൊളി ടോയ്ലറ്റ് ഉണ്ട്, ജഡ്ജൊക്കെ പോണത്. നിനക്ക് അവിടെ പോവാടാ. സാറേ ഒന്ന് വിട് സാറേ, ഞാനൊന്ന് പോയിട്ട് ഒന്ന്. സാറേ അങ്ങ് അഴിച്ചുവിട് സാറേ, രാവിലെ ഒരു കച്ചവടം നടക്കട്ടെ. ഇവനെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ താൻ സമാധാനം പറയൂ. ഞാനും സാറ് ഇവിടെ ഇല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? ഒരാളുടെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടില്ല ഈ സ്ഥാപനം ഞാൻ ഇവിടെ സ്ഥാപിച്ചേക്കുന്നത്. ഇതൊക്കെ ഇവന്റെ ഒക്കെ അടവാണ്. എന്താണ് അഴിച്ചുവിട്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. സാർ എന്തെങ്കിലും ഒരു പിടിവളി ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നിക്കറിന്റെ വിളി അഴിക്കായിരിക്കും. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ. ഐശ്വര്യാട്ടു വലതുകാലം വെച്ചെങ്കിൽ ഇന്നത്തെ തുടക്കം നിങ്ങളാ. എന്റെ പെട്ടി നിറയ്ക്കണമെന്ന് കേട്ടോ. അല്ല പിന്നെ പേരെന്താന്ന് പറഞ്ഞു? എന്റെ പേര് സത്യശീലൻ. സത്യശീലൻ. എന്നാ കേസിനാ സാറ് പിടിച്ചത്? ബാങ്ക് കുത്തി തുറന്നേനെ. ഇയാളെ സത്യശീലൻ നല്ല വിടണ്ടേ, അസത്യശീലൻ എന്നുള്ള പേരാ വിളിക്കേണ്ടത്. 2 മിനിറ്റ് പെട്ടെന്ന് പോയിട്ട് വന്നു.